ഹലോ ഹലോ ഹായ്. ഞാൻ അൻഹാസ് ആണ്. ഇപ്പോൾ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല, എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, ഇന്നലെ നടന്ന ന്യൂസാണ്. നമ്മുടെ കുപ്രസിദ്ധ വക്കീലുണ്ടല്ലോ, അത് ക്രിമിനൽ ലോയർ, ആളൂര് മരിച്ച് കിഡ്നി സംബന്ധമായ എന്തോ അസുഖത്തിന് ആള് ട്രീറ്റ്മെന്റിലായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ അടിയിൽ കുറേ കമന്റ്സ് കണ്ടു. എൻ്റെ മനസ്സിൽ വന്ന് കള്ളമാറി ചാവേണ്ടത് തന്നെയാണ്. പക്ഷെ പിന്നെ കുറേ കമന്റ്സ് ഞാൻ കണ്ടു. കുറെ എല്ലാം ആള് ചീത്ത അറിഞ്ഞിട്ടാണ്. കാരണം ആ പെൺകുട്ടികളുടെ ശാപം, മരിച്ചുപോയ പെൺകുട്ടി. കാരണം ഇയാള് ഏറ്റെടുത്തുള്ള കേസുകളൊന്നും ഞാൻ സ്ക്രീനിൽ കാണിക്കട്ടോ, ജസ്റ്റ് വെയിറ്റ് ചെയ്യ്, ഇപ്പൊ കാണിക്കാം. നല്ല രസമാണ് കേൾക്കാന്. കോളിളക്കമുണ്ടാക്കിയ കേസുകളിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരായി എന്നും വാർത്തകളിലും ചർച്ചകളിലും ഇടം പിടിച്ചയാളാണ് ക്രിമിനൽ ലോയർ BA ആളൂർ അഥവാ ബിജു ആന്റണി ആളൂർ. സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദചാമിക്ക് വേണ്ടി, പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനിയുടെ കൊലപാതകത്തിൽ പ്രതി അമീറുൽ ഇസ്ലാമിന്, കൂടത്തായി കേസിൽ ജോളിക്ക് വേണ്ടി, ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് വേണ്ടി, അങ്ങനെ ഇത്രയും മതി. എന്തിന് ആളെ ഏറ്റെടുത്തുള്ള കേസുകൾ നിങ്ങളൊന്ന് ആലോചിക്കുക. കാരണം നമ്മുടെ കേരളത്തിലെ ഏറ്റവും മലമ്പൊപ്പിച്ച കേസുകളുണ്ട്. മറ്റേ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഈ വീഡിയോയിൽ പ്ലേ ചെയ്തല്ലോ, സൈനൈഡ് കൊടുത്ത ഒരു കുടുംബത്തിലെ മൊത്തം ആൾക്കാരെ കൊന്ന, എന്താണ് ഇതിന്റെ പേര്, ജോളിയാ, അങ്ങനെ എന്തോ ആയിരുന്നു. പിന്നെ നമ്മുടെ കഷായം ഗ്രീഷ്മ, ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ നാറിയെന്ന് പറയണില്ല, ഈ ആളാണ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആ കേസുകളൊക്കെ. പിന്നെ ഞാൻ ആലോചിച്ചു, അയാളെ എന്ത് തെറ്റാണ് ചെയ്തിരിക്കണ. ആളൂര് കേസ് ഏറ്റെടുക്കുന്ന, അത് വിജയിക്കാൻ വേണ്ടി പീനൽ കോഡിന്റെ അങ്ങ് എക്സ്ട്രീമിൽ പോയിട്ട് ആ കേസ് ജയിപ്പിക്കാൻ നോക്കുന്ന. നിങ്ങൾ ആളെ കുറ്റം പറയുന്ന ആൾക്കാർ, നിങ്ങളെല്ലാവരും ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം ആളെങ്ങാനും എല്ലാ കേസും തോറ്റാൽ, പിന്നെ തോറ്റ വക്കീലാണ്, ആൾക്ക് പിന്നെ കേസുമില്ല, ഒരു മാങ്ങാത്തൊലിയിൽ ഒന്നുമില്ല, അങ്ങനെ പോവേണ്ടി വരും. അതൊരു വക്കീലിന്റെ കരിയറിലെ ഏറ്റവും വലിയ ബ്ലാക്ക് മാർക്കാണത്. കാരണം ക്ലയൻസും ഇല്ല, കേസും ഇല്ല, ഒന്നുമില്ല, ജസ്റ്റ് പൊടി തട്ടിയിരിക്കുക എന്ന് പറയണത് കുറച്ച് മോശം കാര്യം തന്നെയാണ്. ഇയാൾ അതാണ് ശ്രമിച്ചിട്ടുള്ളത്. കാരണം ഇയാൾ ഏറ്റെടുത്തിട്ടുള്ള കേസൊക്കെ കുറച്ച് അലമ്പൊപ്പിച്ച കേസുകളാണ്. പക്ഷെ അങ്ങനെയെങ്കിലും അത് പഠിച്ചിട്ട് അതിന്റെ എക്സ്ട്രീമിലൊക്കെ പോയിട്ട് ആ കേസ് ജയിപ്പിക്കാനാണ് ആള് നോക്കിയിട്ടുള്ളത്. കാരണം ഏറ്റെടുത്തതിൽ ഇതിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു കേസ് ആൾക്ക് തൂക്കുകയറാണ്, പക്ഷെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഗോവിന്ദചാമിയുടെ കേസ് എന്നോ തോന്നുന്നുണ്ട്. ഇതിന്റെ ഒരു ഓർമ്മ ഗോവിന്ദചാമിനെ തോന്നുന്നു ആള് സിമ്പിളായിട്ട് രക്ഷപ്പെടുത്തി. ഇപ്പൊ ചുള്ളരായിട്ട് സെൻട്രൽ ജയിലിലുണ്ടല്ലോ ആള്. പക്ഷെ ഞാൻ ചിന്തിക്കണത്, കുറ്റം പറയരുത്, പക്ഷെ ഒരാളുടെ മരണം അയാളെ നല്ലവനാക്കില്ല, അങ്ങനെ ഒരു തോട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കും, അയാള് ആരെയും കൊല്ലാനോ എന്തിനോ പിടിച്ചു പറിക്കാനോ ഒന്നിനും പോയില്ല. അയാള് പഠിച്ച ഒരു ജോലി അയാൾ ചെയ്യുന്നു. കാരണം ഇപ്പൊ നമ്മുടെ നാട്ടില് ഡൽഹി റേപ്പ് കേസിലൊക്കെ 3 പേരല്ലേ തൂക്കിക്കൊന്നത്. ആ പല്ലൻ ജവാദോ അങ്ങനെന്തോ സംതിങ് ആയിരുന്നു പേര്, ഞാൻ മറന്നുപോയി. ആള് വന്നിട്ട് സിമ്പിളായിട്ട് തൂക്കിയിട്ട് പോയി. ഇപ്പൊ സൗദിയിലാണെങ്കിൽ തല വെട്ടുന്ന ശിക്ഷയാണല്ലോ അവിടെ, അത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ എന്തോ ഒരു സ്ട്രഗിൾ ചെയ്തിട്ട് ആൾക്കാരെ ശപിക്കേണ്ടതല്ല, പക്ഷെ അത് അവരുടെ ജോലിയാണ്. ഇപ്പൊ ആളൂര് ചെയ്ത് ആൾക്ക് കേസ് കിട്ടി, അല്ലെങ്കിൽ കേസ് തപ്പിപ്പിടിച്ച് ആൾക്ക് പേരുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആളത് ചെയ്തു. പക്ഷെ മാന്യത കാണിച്ചിട്ട് രക്ഷപ്പെടുത്തിയെടുത്തേക്കാണ്, പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു, കാരണം എന്തിനാണ് ആൾക്കാർ കുറ്റം പറയണത് ഇയാളെ? കാരണം ഇയാളെ ഇവിടുന്ന് മോഷ്ടിക്കാനും കക്കാനും പഠിക്കാനും ഒന്നിനും പോയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ കുറ്റം പറയുന്ന ആൾക്കാർക്ക് അവരുടെ ജോലി അവര് ചെയ്യാണ്ട്, കാരണം അവർക്ക് ചെയ്യാൻ പറ്റൂല. കാരണം ഇപ്പോ അയാൾക്ക് കിളയ്ക്കുന്ന പണി എന്തൊക്കെയാ, ആൾക്ക് കിളയ്ക്കാൻ അറിയില്ല. അപ്പൊ അയാള് വന്നിട്ട് ഇപ്പൊ അയാള് നിയമം പഠിച്ച ആളാണ്, അതില് കേസ് വാദിക്കുന്നു, ജയിക്കുന്നു. കാരണം ഇപ്പോ ഏറ്റവും കൂടുതൽ നല്ല ദേഷ്യത്തിലുണ്ടായിരുന്ന ഞാനും. കാരണം ആളൂരെന്ന് പറയുമ്പോ കള്ളനാറി, ഈ നാറിക്കൊക്കെ വേറെ വല്ല പണിക്കുമ്പോ കൂടെ ഞാനും മനസ്സിലുള്ളത് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നെ ഇന്നലെയാണ് ഞാൻ കൂടുതൽ അങ്ങോട്ടേക്ക് ചിന്തിച്ചത്. അയാള് പഠിച്ച പണി മാന്യമായി ചെയ്യുന്ന, കക്കാനും പിടിച്ചു പറിക്കാനും പോണില്ല, വാദിക്കുന്ന, അവരെ രക്ഷപ്പെടുത്തുന്ന. നല്ല കാര്യല്ലേ, ആളുടെ ജോലി അവര് ചെയ്യുന്ന, കുറെ പേര് രക്ഷപ്പെടുന്നു. പക്ഷേ ആൾക്കാർക്ക് കൂടുതൽ വെറുപ്പ് ഉണ്ടാവാനുള്ള കാരണം എനിക്ക് തോന്നുന്നു, അയാളെ ഏറ്റെടുത്ത കേസുകളൊക്കെ കുറച്ച് മുന്നേ പറഞ്ഞല്ലോ. കാരണം ആ സൈനൈഡ് കൊടുത്ത് ഫാമിലിനെ മൊത്തം കൊന്ന കേസ്, പിന്നെ കഷായം ഗ്രീഷ്മ,
പിന്നെ കൂടത്തായി, അങ്ങനത്തെ കുറച്ച് കേസുകളൊക്കെ നമ്മളെ. പിന്നെ ആ നരബലി കൊടുത്തില്ലേ, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് നരബലി കൊടുത്ത് 2 പെണ്ണുങ്ങളുണ്ട്. ആ കേസിൽ വേണ്ടി അവർക്ക് വേണ്ടി ഹാജരായതും ആളൂരാണ്. കാരണം ഒന്നും കാരണം അയാൾ ബുദ്ധിയുള്ള ടീമാണ്. കാരണം ഒന്നുകിൽ നല്ല കാര്യങ്ങൾ ചെയ്ത് പേരുണ്ടാക്കുക, അല്ലെങ്കിൽ പിന്നെ തൊട്ടിത്തരങ്ങൾ കാണിച്ച് പേരുണ്ടാക്കുക. ഈ 2 ചെയ്താലും പേരാണ്. ആള് ഫേമസ് ആവാണ്, ആളുടെ ജോലിയിലും കാര്യങ്ങളിലും ആളുടെ ഫേമസ് ആയി കയറുന്നു. ഇപ്പൊ ആള് ചെയ്തതോ തന്നെ. കാരണം ഇങ്ങനത്തെ കേസുകൾ കുറച്ച് ഡീൽ ചെയ്തപ്പോ ആൾക്കാർ അറിഞ്ഞു ഇങ്ങനെ ഒരു വക്കീലുണ്ടായിരുന്നു എന്ന്. കാരണം ഞാനൊക്കെ ഇങ്ങനത്തെ ഫസ്റ്റ് കേസിലാണ് ഞാൻ ഇങ്ങനെ ഒരു മനുഷ്യനോട് ജീവിച്ചിരിപ്പുണ്ടെന്ന് തന്നെ അറിഞ്ഞത്. ആളതിൽ വിജയിച്ചു. കാരണം ഞാൻ വിചാരിക്കുന്നത് കണ്ടതിലെ ഏറ്റവും വലിയ ബുദ്ധിമാനാണ് ആള്. കാരണം പഠിച്ച പണി നന്നായി ചെയ്യുന്നുണ്ട് ആൾ. അതിനു വേണ്ടി ബിസിനസ്, അത് ഓഫ് കോഴ്സ് എന്തായാലും കാശിന് വേണ്ടി ആവുമല്ലോ. കാരണം ഒരു കേസ് ജയിച്ചാൽ അയാൾക്ക് അതേ ടൈപ്പിലുള്ള വേറെ ചിലപ്പോൾ നമുക്ക് പോലും അറിയാത്ത കേസുകൾ ഔട്ട് ഓഫ് കേരള ഉണ്ട്. അവര് വന്നിട്ട് ഇയാളെ കൊണ്ട് ചെയ്യിക്കുക. അതിലൊന്നും കുറ്റമൊന്നും പറയാനില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം മനസ്സിലുണ്ടായിരുന്നു എനിക്ക് എന്തെന്ന് അറിയത് ഇയാളൊന്നും ജന്മത്ത് ഗുണം പിടിക്കൂല എന്ന്. കാരണം അത്രയ്ക്ക് ശാപങ്ങളൊക്കെ അല്ലേ മേടിച്ചു വെക്കുന്നത്. പക്ഷെ അയാളെ പോയിന്റ് ഓഫ് വ്യൂവില് ആള് ചെയ്തതിൽ ഒരു പ്രശ്നവുമില്ല. കക്കാനും പോയിട്ടില്ല, കൊല്ലാനും പോയിട്ടില്ല, ഒന്നിനും പോയിട്ടില്ല. ആള് പഠിച്ച കാര്യങ്ങള് ആള് പുറത്തേക്ക് എടുക്കുന്നു. അയാളുടെ മുന്നിൽ വരുന്ന ആൾക്കാരെ ആള് രക്ഷപ്പെടുത്താൻ ശ്രമിക്കും. അത് പിന്നെ അത് നിയമത്തിന്റെ അങ്ങേ അറ്റത്തേക്ക് പോയിട്ട്. ഇപ്പൊ ഞാനാണ് LLB നമുക്കൊന്നും നടക്കൂല. ഇപ്പൊ ഞാൻ തൊട്ടിത്തരത്തിലുള്ള കേസുകൾ ഞാൻ എടുക്കുള്ളൂ. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് ഒന്നാമത് പേര്, പിന്നെ പൈസ. ചോദിക്കുന്ന പൈസയും ഫീസും അല്ല നമ്മൾ മുന്നിൽ വരുന്ന. ലൈഫ് സെറ്റിലാണ്. കാരണം ഇപ്പോ ഈ വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ആളൂര് വരുന്ന കാണിച്ചില്ലേ കോടതിക്ക്. ആളുടെ സ്വന്തം കാറിൽ വരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാരണം ഞാൻ അറിഞ്ഞു എൻ്റെ ഫ്രണ്ട്സൊക്കെ കുറച്ച് പേര് ഹൈക്കോർട്ടിൽ എല്ലായിടത്തും ഉണ്ട്. അവരോട് ചോദിച്ചു ഇതെങ്ങനെയാണ് ആള് നല്ലതാണോ? ചെറ്റയാടാ. പക്ഷെ എന്താ ചെയ്യാ, ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകും. ആൾക്ക് അങ്ങനത്തെ ഒരു നോട്ടേ ഇല്ല. ഞാൻ വിചാരിച്ച ഓക്കെ നല്ലതല്ലേ, കുഴപ്പമില്ല, ജയിക്കാൻ വേണ്ടിയിട്ടല്ലേ, ആരെയും കൊല്ലാൻ വേണ്ടിയിട്ടൊന്നല്ലല്ലോ. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ കേട്ടപ്പോൾ ഞാൻ രാത്രി ഇങ്ങനെ ആലോചിക്കായിരുന്നു. ഈ ആളൂര് വടിയായി കിഡ്നി സംബന്ധമായ അസുഖമായിരുന്നു കേട്ടോ. ഇനിയിപ്പോ ഏതെങ്കിലും അമ്മമാരുടെ ഒക്കെ പ്രാക്കുണ്ടാവും. കാരണം താൻ പാതി ദൈവം പാതി എന്നല്ലേ. പകുതി ആള് ചെയ്തിച്ചു, പകുതി ദൈവം ചെയ്തിച്ചു. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ആള് പേരെടുത്തുക്കണ്. അത് ആസ് എ ക്രിമിനൽ ലോയർ ആള് ടോപ്പിലെത്തി. ആൾക്ക് കുറെ അസിസ്റ്റൻസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോ ബാക്കിയുള്ള കേസുകളൊക്കെ എന്താവും എന്തോ. കാരണം ഗ്രീഷ്മയ്ക്ക് വേണ്ടിയിട്ട് ഒക്കെ ആളാണ് ഹാജരായി എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ എന്താ കേസ് എന്ന് വെച്ചാല്, എന്തായാലും ആള് മരിച്ച്. എനിക്ക് എല്ലാവരോടും പറയാനുള്ള, ആളെ ശപിക്കരുത്. കാരണം ആള് പഠിച്ച പണി, ആളുടെ ജോലിയാണ് ആള് ചെയ്തിട്ടുള്ളത്. അതിന്റെ അങ്ങേ അറ്റത്ത് പോയിട്ട് ആള് രക്ഷപ്പെടുത്തി കൊടുന്നു ആൾക്കാരെ. അത് ആള് പഠിച്ച കാര്യങ്ങളാണ് ആള് ചെയ്തിട്ടുള്ളത്. കാരണം ഇപ്പൊ ഞാൻ വക്കീലാണെങ്കിലും ആള് ചെയ്ത് തന്നെ ഞാൻ ചെയ്യുള്ളൂ. കാരണം ഞാൻ ഇപ്പോഴും പറയുന്നു, കുറ്റം പറയുന്ന ഇപ്പൊ ഞാനടക്കമുള്ള ഏതാളാണെങ്കിലും അവരാർ പഠിച്ച പണി അവർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു നാണക്കേടിന്റെ പുറത്താണ് അയാളുടെ അപ്പുറത്ത് തലയിൽ കയറുന്നൊക്കെ കേട്ടിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ മനസ്സിലുള്ളത്. അടുത്ത ജന്മത്തിലെങ്കിലും ഒരു ലോയറായിട്ട് ജനിക്കുമായിരിക്കും. പക്ഷെ 5 കൊല്ലം പോയിട്ട് തുഴയണ കാര്യം ആലോചിക്കുമ്പോഴാണ് കോടതിയിൽ കുഴപ്പമില്ല. എന്താണെങ്കിലും ആൾക്ക് നല്ലൊരു വക്കീലായിരുന്നു. കാരണം സ്മാർട്ടായിരുന്നു, ഇന്റലിജന്റ് ആയിരുന്നു. ആൾക്ക് ആദരാഞ്ജലികൾ. എല്ലാവരും ഇനി ശപിക്കരുത് കേട്ടോ. കാരണം ആളൊരു പ്രാക്കെന്നൊന്നും പറയാനല്ല, പക്ഷെ പഠിച്ച പണി ചെയ്യുന്നു, ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന. എന്തൊക്കെയാണെങ്കിലും ആള് ഓർമ്മകളിൽ നിൽക്കും കുറെ ആൾക്കാരുടെ. എങ്ങനെ ഒരു കീടാണ് വക്കീലുണ്ടായിരുന്നു എന്നുള്ളത്. കാരണം പണ്ടൊരു ചൊല്ലുണ്ടല്ലോ, 1000 രൂപയും ഏതോ വക്കീലുണ്ടെങ്കിൽ ഞാൻ ഏതോ കൊലക്കേസിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു ചൊല്ലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞു തരുന്നത്. കുറച്ച് പൈസയും ഈ വക്കീലും ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും രക്ഷപ്പെടാമെന്ന്. കാരണം ഞാൻ എന്തെങ്കിലും ക്രിമിനൽ കേസിലൊക്കെ പെടുകയാണെങ്കിൽ എൻ്റെ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് പോവാ ആളൂരിന്റെ അടുത്തേക്ക് പോവാ. കാരണം ആളൊരു വിശ്വാസമുണ്ട്, പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആള് നമ്മളെ രക്ഷപ്പെടുത്തുന്നു. അപ്പോ ഞാൻ എന്തൊക്കെ പറയണ,
ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ആളൂരിനെ കുറിച്ച് പറയാൻ വേണ്ടി വന്ന കേട്ടോ. എനിക്ക് തോന്നിയത് കാരണം കുറ്റങ്ങൾ കണ്ട് ഒരു ഇതായി. എൻ്റെ വീട്ടിൽ പറഞ്ഞു ഞാൻ, ആളൂര് മരിച്ചെന്ന് ആ വക്കീല് നാറിക്ക് അങ്ങനെ തന്നെ വേണോ അനുഭവിക്കണം എന്ന്. ആള് എന്ത് തെറ്റ് ചെയ്തിട്ടുള്ളു? പഠിച്ച പണി ചെയ്യണതോ? അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോ ആൾക്ക് വീണ്ടും ആദരാഞ്ജലികൾ പറയണ എല്ലാവരും മനസ്സിൽ പറയണം. ആള് അത്ര തെറ്റില്ലാത്തൊരു മനുഷ്യൻ തന്നെയാണ്. അപ്പോ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പൊ ടാറ്റാ.